അബുദാബി 24/7 ചാനൽ ഒരുക്കുന്ന ടോക്ക് ഷോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. മനോജ്ഞം മലയാളം എന്ന ഭാഷാ പരിശീലന പദ്ധതി സ്വയം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വിജയിപ്പിച്ച ഒരു ശ്രദ്ധേയ വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ഇൻസൈറ്റിലുള്ളത്. ശ്രീ മനോജ് കളരിക്കൽ. മനോജ് കളരിക്കൽ അന്നം തേടിയെത്തിയ പ്രവാസഭൂമിയിൽ മലയാള ഭാഷയെയും സാംസ്കാരിക മൂല്യങ്ങളെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് 2 ദശാബ്ദകാലമായി മനോജ്ഞം മലയാളം എന്ന ഭാഷാ പരിശീലന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഭാഷാസ്നേഹി. പ്രവാസ ലോകത്തെ 85,000 കുട്ടികൾക്ക് മധുരം പകർന്ന് മലയാള മണ്ണിന്റെ മണമുള്ള നാട്ടറിവുകളുടെയും കവിതകളുടെയും കഥകളുടെയും പുതിയ ലോകം തുറന്ന പത്തനംതിട്ട മേലുകര സ്വദേശി. പ്രതിഫലേച്ച കൂടാതെ സ്വന്തം ഭാഷയുടെ പ്രചരണം ഒരു നിയോഗമായി ഏറ്റെടുത്ത് മുന്നേറുന്ന കവിയും എഴുത്തുകാരനുമായ മനോജ് കളരിക്കൽ. കവിയും എഴുത്തുകാരനുമായ മനോജ് കളരിക്കൽ എന്ന വ്യക്തിയെയും അദ്ദേഹം നയിക്കുന്ന ഒറ്റയാൾ മുന്നേറ്റത്തെയും നമുക്ക് അടുത്തറിയാം ഇന്നത്തെ ഇൻസൈറ്റിലൂടെ. സ്വാഗതം മനോജ്. നമസ്കാരം. ഗൾഫ് ബെൽറ്റ് എന്ന് നമുക്ക് പറയാവുന്ന കോഴഞ്ചേരിയിൽ നിന്ന് ഒരു സാധാരണ മലയാളിയെ പോലെ ഗൾഫ് സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് ട്രാവൽ ചെയ്ത ഒരാളാണോ? ഞാൻ ആദ്യമായിട്ട് വന്നത് ഒമാനിലേക്കാണ്. ജീവിത പ്രാരാബ്ധങ്ങളുടെ ലക്ഷണശാസ്ത്രമായി നമ്മൾ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ മലയാളം എന്ന ആ ചിന്ത എന്നും മനസ്സിലുണ്ടായിരുന്നു. ആദ്യമായി ഒമാനിൽ വന്നപ്പോൾ ഒരു 3 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം സൗദിയിലേക്ക് വന്നു. സൗദിയിൽ? അതെ അതെ. അപ്പോൾ യു എയിലേക്ക് എന്നാണോ വരുന്നത്? യു എയിലേക്ക് 3 വർഷത്തിന് ശേഷം. ഒമാനിൽ 3 വർഷം ഉണ്ടായിരുന്നു, സൗദിയിൽ 1 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം യു എയിലേക്ക് വരികയുണ്ടായി. എന്നാണ്? 1997 വന്നത്. 97? അതെ അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ഷിപ്പിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു സാധാരണ മലയാളി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ജോലി ചെയ്തു, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ ബാക്ക് ഹോം, നമ്മുടെ നാട്ടിലുള്ള വീട് കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു ട്വിസ്റ്റ് ജീവിതത്തിൽ ഉണ്ടായതെപ്പോഴാണ്? ശരിക്കും യു എയിൽ വന്നപ്പോൾ ഒരു 25 വർഷം മുമ്പ് വന്നപ്പോൾ ആദ്യമൊക്കെ മലയാളം എന്നും മനസ്സിൽ ഒരു സ്വപ്നമായി കിടന്നിരുന്നു. മലയാളം ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഒരു സൗന്ദര്യബോധം അല്ലെങ്കിൽ ഒരു ജീവിത ക്രമീകരണം, അത് അക്ഷരങ്ങളിൽ അധിഷ്ഠിതമാണല്ലോ. ഇവിടെ വന്നപ്പോൾ മലയാളത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, വിദ്യാർത്ഥികളുമായിട്ട് ഇടപെട്ടപ്പോൾ, മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ മലയാളം എന്ന ഒരു പദം തന്നെ അതുകൊണ്ട് എന്താണ് പ്രായോഗിക തലത്തിൽ ഉന്നതമായി ഏതെങ്കിലും രീതിയിൽ കാഴ്ചപ്പാട് ഉണ്ടാക്കുന്ന കാര്യമാണോ, അല്ലെ നാളെ ഒരു ജോലിക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രായോഗിക തലം അതിനുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. മലയാളം ആ ഒരു ഭാഷയോടുള്ള താല്പര്യം എന്താ സാറിന് ഉണ്ടാകാൻ കാരണം എന്താ? മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മാതൃത്വത്തിന് തുല്യമാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ മലയാളം എന്നത് അതുകൊണ്ട് യാതൊരു പ്രായോഗികതയിലൊന്നും പ്രയോജനമില്ലെന്നൊരു അന്തരീക്ഷം സാർ പഠിച്ചത് സബ്ജക്ട്? ഞാൻ ആംഗലേയ സാഹിത്യത്തിലാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. MA കഴിഞ്ഞ ശേഷമാണ് വന്നത്. MAക്ക് പഠിച്ച ശേഷം പിന്നെ ഇവിടെ വന്നപ്പോൾ മലയാളത്തിൻ്റെ ഒരു അവസ്ഥ തീരെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞ ആൾക്കാർ പഠിക്കുന്നില്ലായിരുന്നു. ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പഠിച്ചത് കൊണ്ട് നാളെ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യം. മലയാള ഭാഷ പഠിച്ചതുകൊണ്ട് നാം എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്തയാണ് ഓരോരുത്തരും എൻ്റെ മുന്നിൽ സമർപ്പിച്ചത്. ആ സമയത്താണ് ഈ മലയാളം എന്നുള്ളൊരു താല്പര്യത്തിൽ വിദ്യാർത്ഥികളെയും സമൂഹത്തിൻ്റെ നാനാ കോണുകളിലും പഠിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ആളുകളെ ഇതൊരു മലയാളത്തിൽ പരിശീലിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടികളെ പരിശീലിപ്പിക്കണം എന്നൊരു തോന്നൽ വരാൻ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും അതിനെയാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ വന്ന സമയത്ത് മലയാളം എന്നത് പഠനം കൊണ്ട്, ആ ഒരു വിഷയം അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥതലങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. നാളെ ജോലി കിട്ടത്തില്ല എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഒരു ഉൾക്കാഴ്ചയായിട്ട് വന്നിരുന്നു. അതുകൊണ്ട് ഒരു വൈകാരിക തലത്തിൽ പോലും മനസ്സിലതിലില്ല, ആ അവസ്ഥ ഇല്ല. അപ്പോൾ അതിനെ തീരെ അങ്ങ് മാറ്റിവെച്ചു. ഒന്നത്. രണ്ടാമത്തെ കാര്യം, മലയാളം എന്നുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലം കൂടെ ഉണ്ട്. മലയാള ആ ഒരു രംഗത്തിൻ്റെ രൂപാന്തരം മനസ്സിൽ വരുന്ന സമയത്ത് ആ ഒരു ചിന്തയും കൂടെ മനസ്സിൽ വന്നപ്പോൾ അതൊരു സമർപ്പിതമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് പ്രവഹിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയും കൂടി വന്നു. അങ്ങനെ മലയാളം പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു മേഖല ഉണ്ടായിരുന്നോ? ആദ്യകാലത്ത് മലയാളം പഠിപ്പിക്കുന്നത് ഒരു നാണംകേട് പോലെ, ഒരു നാണക്കേട് എന്നുള്ളൊരവസ്ഥയിൽ പലരും കരുതിയിരുന്നു. അത് ഉൾക്കൊള്ളുന്ന രീതിയും നാണംകേട് പോലെ തന്നെ പലർക്കും തോന്നിയിരുന്നു.
മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചോളൂ. പക്ഷേ അങ്ങനെയുള്ള ചിന്ത എല്ലാവരിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചിന്ത വന്നപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെ ഞാൻ വിചാരിച്ചു. അതൊരു എന്താ പറയുക, നാണക്കേടല്ല, ഒരു ജീവിത സംസ്കാരമാണെന്ന് വെളിവാക്കാൻ ഇപ്പോൾ ഒരു മനോജ്ഞം മലയാളം അതാണല്ലോ അതിൻ്റെ പേര്. അതെ അതെ. അങ്ങനെ ഒരു പാഠ്യ പദ്ധതി തയ്യാറാക്കിയതാരാ? ഞാൻ തന്നെയാണ്. ആദ്യം മുതലേ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് മുതൽ ആ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്, അതെവിടെയാണ് തുടങ്ങിയത്? അത് ആദ്യമായി ദുബായ് വെച്ചാണ് ആദ്യത്തെ അധ്യയനം നടന്നത്. സ്വയമാണോ അതോ ഏതെങ്കിലും സംഘടന വഴിയാണോ? സ്വയം ഒറ്റയ്ക്കാണ് ചെയ്തത്. ഞാൻ തന്നെ തയ്യാറാക്കി, പാഠ്യപദ്ധതി തയ്യാറാക്കി. 5 കുട്ടികളെ ഉള്ളായിരുന്നു. ഈ 5 കുട്ടികൾ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ആദ്യാക്ഷരം പോലും അവർക്ക് അറിയില്ല. അവരെങ്ങനെയാണ് സംഘടിപ്പിച്ചത്? സാറ് ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് മറ്റേ പേരൻസിനെ കോൺടാക്ട് ചെയ്തതാണോ? തീർച്ചയായിട്ടും. ഞാൻ സമൂഹമായിട്ടൊരു നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിക്കുന്ന പ്രവണതയും ചർച്ച ചെയ്യുന്ന പ്രവണതയും കൊണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു മലയാളമൊന്നും അറിയത്തില്ല, എന്താ പറയുക, അവർക്കൊരു ബോധനം കൂടെ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും പഠിക്കാനുള്ളൊരു കാഴ്ച അവർക്ക് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ച ശേഷം ഇങ്ങനെയുള്ള ഒരു അധ്യയനം. ഒരു എതിർത്ത മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഇത് മലയാളം പഠിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു. അതെ, മലയാളം പഠിച്ചുകൊണ്ട് അവരും വന്നിരുന്നു. അവരും വന്ന ശേഷം ഈ അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പ്രായോഗികമായിട്ട് അറിഞ്ഞപ്പോൾ അവർക്ക് മലയാളം പഠിക്കണം തോന്നി. നമുക്കൊരു വീഡിയോ കണ്ടിട്ട്. അതെ. മനോജ് സർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മാതൃഭാഷയായ മലയാളത്തെ കൂടുതൽ അടുത്തറിയാൻ എന്നതിൽ ഉപരി മലയാളത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ദുബായിലൊക്കെ പഠിച്ചു വളർന്ന കുട്ടികൾക്ക് മാതൃഭാഷയെ അത്ര അടുത്തറിയാൻ പറ്റാതെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കുറവ് നികത്താൻ ഒരുപാട് ശ്രമിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അതിനൊരുപാട് നന്ദിയുണ്ട്. കാർത്തിക വിജയ് എൻ്റെ പഴയൊരു വിദ്യാർത്ഥിയാണ്. വർഷങ്ങളായി എൻ്റെ അധ്യയനങ്ങളിൽ പങ്കെടുത്ത ഒരു കുട്ടി. ആദ്യമേ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മലയാളമാണ് എൻ്റെ ഭാഷ, എന്ത് സുഖമാണത് കേൾക്കാൻ, അമ്മ ചൊല്ലിത്തന്ന ഭാഷ, അമ്മയെ പോലെ ഈ ഭാഷ, നമ്മൾ പഠിക്കും ഈ ഭാഷ, നമ്മൾ തൻ സ്വന്തം ഭാഷ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ സൃഷ്ടിച്ചെടുത്തൊരു കുട്ടിയാണിത്. എനിക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നമ്മൾ മലയാളം എന്ന ഒരു അക്ഷരം, ഈ ഒരു പദം, അക്ഷരങ്ങൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്നൊരു സംസ്കൃതിയുണ്ട്, ഒരു ജീവിത ക്രമീകരണമുണ്ട്. ഞാൻ പറഞ്ഞ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം. അതിൽ വായ്മൊഴികളുണ്ട്, വരമൊഴികളുണ്ട്, ധാരാളം അറിവുകളുണ്ട് നമ്മുടെ മലയാളത്തെ സംബന്ധിച്ച്. അപ്പോൾ സാറ് തയ്യാറാക്കിയ ഒരു പാഠ്യ പദ്ധതിയിൽ അതെ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മളിപ്പം അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്നു, അതെ, പിന്നെ അത് വായിക്കാൻ പഠിപ്പിക്കുന്നു, വേറെ എന്തൊക്കെയാണ് അതിലുള്ളത്? ഇത് പറഞ്ഞതുപോലെ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നു, പ്രധാനപ്പെട്ട കാര്യം. അത് വായിക്കാൻ സംയോജിപ്പിച്ചെടുത്ത് വായിക്കുന്ന. ഞാൻ ആദ്യമൊക്കെ കൈ പിടിച്ചെഴുതിപ്പിക്കുമായിരുന്നു. പണ്ട് അമ്മമാരൊക്കെ കൈ പിടിച്ചെഴുതിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടായിരുന്നു ഒരു കാലത്തൊക്കെ. പക്ഷേ അതെന്തൊക്കെ മാറി വന്നു. ഇന്ന് ആധുനികമായ യന്ത്ര സാമഗ്രികൾ കൊണ്ടാണല്ലോ നമ്മളെല്ലാം പഠിക്കുന്നത്, ആവശ്യമാണ് നമുക്കിന്ന്. അപ്പോൾ അങ്ങനെ എഴുതി പഠിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ആദ്യം അവലംബിച്ചത്. കുട്ടികളുടെ കൈയൊക്കെ പിടിപ്പിച്ച്, കൊച്ചുകുട്ടികൾ കൈയൊക്കെ പിടിപ്പിച്ചെഴുതി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഇതെല്ലാം സംയോജിപ്പിച്ചെടുത്ത് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അല്ലാതെ ബോർഡിൽ എഴുതി കാണിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ബോർഡിൽ എഴുതിയ ശേഷം അവരിത് കാണുന്നത്. പിന്നെ ഓരോരുത്തരും അവരെ എഴുതിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. ഇവർ വന്ന് എഴുതുന്ന ഒരു രീതി പിന്നെയും കണ്ടു. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ട് പറഞ്ഞെഴുതിക്കുന്ന ഒരു രീതി. ഒരു അക്ഷരം എഴുതുമ്പോൾ അത് പറഞ്ഞ് എഴുതുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചത്. അത് നിത്യമായിട്ട് ഒരു അഭ്യാസം കൊണ്ട് അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഉറക്കെ പറയുമ്പോൾ അത് എന്താണ് നമ്മൾ പറയുന്നത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരും. അക്ഷരമാണെങ്കിലും പദമാണെങ്കിലും അത് വളരെ ചെറുപ്പത്തിൽ തന്നെ വേണമെന്നുള്ളൊരു ചിന്ത വന്നതിന് ശേഷം ആണ് ഇങ്ങനെയുള്ള ഒരു പഠന പ്രക്രിയ തുടങ്ങിയത്. ഈ അക്ഷരങ്ങൾ പഠിച്ച ശേഷം ഈ പദങ്ങൾ പറയിപ്പിക്കുകയും ഓരോ പദങ്ങൾ കൂട്ടി യോജിപ്പിച്ച് അതെങ്ങനെ വായിക്കാൻ പറ്റും എന്നുള്ള രീതികളും അതിലടങ്ങിയിരിക്കുന്നൊരു മര്യാദയുമുണ്ട്. ആ ശരിയായ വ്യാകരണം കുറച്ചൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രവണത അവരിലേക്ക് മനസ്സിലാക്കി. ഒരു വിദ്യാർത്ഥികളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഇവിടുത്തെ പഠിക്കാനുള്ളൊരു താല്പര്യമുണ്ടോ അതോ അതിൽ ഇൻട്രസ്റ്റ് കുറയുകയാണോ ചെയ്യുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങ് ചോദിച്ചത്. ഈ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയോ അതിലെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വായിപ്പിക്കുകയോ അതിലടങ്ങിയിരിക്കുന്ന വ്യാകരണവും മാത്രമല്ലല്ലോ മലയാളം. എത്രയോ ഉൾക്കാഴ്ചകൾ അതിനകത്തുണ്ട്. അപ്പോൾ എത്രയോ നാട്ടറിവുകളുണ്ട്, എത്രയോ വായ്മൊഴികൾ, പഴഞ്ചൊല്ലുകൾ എത്രയോ ഉണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു കാഴ്ചയോടു കൂടിയാണ് അവർ പഠിപ്പിക്കുന്നത്. മാതൃത്വം എന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലം ഞാൻ പറഞ്ഞത് നാട്ടറിവുകൾ, വായ്മൊഴികൾ, പഴഞ്ചൊല്ലുകൾ, കുട്ടിക്കവിതകൾ, ഇതൊക്കെ സംയോജിപ്പിച്ചെടുത്ത് ചെയ്യുന്നൊരു പ്രവണതയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതൊക്കെ പഠിക്കുന്നതിന് അവർക്കുള്ള താല്പര്യം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് നാട്ടറിവ് പോലുള്ള കാര്യങ്ങൾ വളരെ താല്പര്യത്തോട് ആണ് അവർ എന്തൊക്കെ നാട്ടറിവുകളായിരിക്കും നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്? ഏറ്റവും പ്രധാനം നമുക്കറിയാം, കരിക്ക് നമ്മളെപ്പോഴും കുടിക്കുന്നു ഇല്ലേ? നാട്ടിൽ ഇഷ്ടംപോലെ കരിക്ക് കുടിക്കുന്നതാണ് മലയാളികൾ. കേരവൃക്ഷം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൃക്ഷം തന്നെയാണ്. പക്ഷേ ഈ കരിക്ക് കുടിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് മാറിയെങ്കിലും നമ്മൾ ഒരു കാലത്തൊക്കെ ദൂരെ യാത്ര കഴിഞ്ഞ ശേഷം ക്ഷീണമാറ്റാനൊക്കെ കരിക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കരിക്ക് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് പുറത്തും അകത്തും ഒരേപോലെ ക്രമീകൃതമാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നില്ല, രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുകയും ചെയ്യും. ലളിതം. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. കിണർ വെള്ളം എങ്ങനെ ശുദ്ധമാക്കുന്നു? പണ്ട് ദശപുഷ്പങ്ങൾ നട്ടുപിടിപ്പിച്ച് നമ്മൾ ചുറ്റുമുള്ള പല ചെടികൾ നട്ടുപിടിപ്പിച്ച് ഈ വെള്ളം ആഴ്ന്നിറങ്ങുമ്പോൾ ആ ജലം ശുദ്ധമാകുന്നു. നെല്ലിപ്പല ഇടുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു മലയാളികൾക്ക്. അതേപോലെ എത്രയോ ഇല ഭക്ഷണങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു എന്നുള്ളത്. എത്ര കാര്യങ്ങൾ. ഇപ്പോൾ തേങ്ങാപ്പാൽ, ഇന്ന് നമുക്ക് കിട്ടുന്ന തേങ്ങാപ്പാലും നാട്ടിൽ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാലും വ്യത്യാസമുണ്ട്. ആ തേങ്ങാപ്പാൽ, ശരിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഔഷധമാണ്. ഒരു വീഡിയോയുടെ അതെ അതെ. മനുഷ്യൻ മർത്തിനു പെറ്റമ്മ ഭാഷകൾ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ. ഇത് ബഹ്റിൻ കേരളീയ സമാജത്തിലെ ഒരു പരിപാടിയാണ്. അപ്പോൾ യു എക്ക് പുറത്തും യു എയിലെ പുറത്തും നടത്തുന്നുണ്ട്. ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ എന്നീ പല സ്ഥലങ്ങളിൽ നമ്മൾ അവിടുത്തെ ധാരാളം കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകൾ, അസോസിയേഷൻസ് ഒക്കെ ധാരാളമുണ്ട്. അവർ പിന്നെ വിദ്യാർത്ഥി കൂട്ടായ്മകളുണ്ട്. അധ്യാപകർ അവിടെ പോവുകയാണെങ്കിൽ എത്ര ദിവസം അവിടെ താമസിക്കും? ഞാൻ ഒരാഴ്ച താമസിക്കാറുണ്ട്. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് ഇത് തീരും? അതോ ഒരാഴ്ച കൊണ്ട് ഏകദേശം ഒരു അതിൻ്റെ ഒരു സത്ത അവർക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. പിന്നെ എങ്ങനെ തുടരേണ്ടത് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്. അതെ, അധ്യാപകർക്ക് പരിശീലനം കൊടുക്കും. അങ്ങനെ പരിശീലനം കൊടുത്ത ശേഷം അവർ തുടരുകയും ചെയ്യുന്നു. അങ്ങനെ ധാരാളം കുട്ടികളുണ്ട് അങ്ങനെ തുടർന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പോൾ നല്ല രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നവരും കവിത എഴുതുന്നവരൊക്കെ ധാരാളം പേരുണ്ട്. ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഈ ഒരു യജ്ഞത്തിൽ ഏർപ്പെട്ടു? 20 വർഷമായി. ഈ ഒരു പാഠ്യപദ്ധതിയിൽ വളരെയധികം കാര്യങ്ങൾ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തില്ലേ? അതെ. അത് ആ ഒരു ആദ്യം തുടങ്ങിയ ഒരു രീതി തന്നെയാണോ? അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് ധാരാളം കാര്യങ്ങൾ 101 കഥകളുടെ ഒരു സമ്പ്രദായം നമ്മളുണ്ടാക്കി. ഈ നമ്മുടെ മലയാള പഠനം എന്ന് പറയുന്നത് ആ ഒരു അധ്യയനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു യോഗത്തിലോ ഒരു പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ അവിടെ മാത്രമല്ല, വീടുകളും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാര്യം മാതാപിതാക്കളെയും അതിൽ ഉൾപ്പെടുത്തും. വീട്ടിൽ ചെന്നാലും അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിച്ച് വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കാനും പഠിപ്പിക്കാനും ഉള്ളൊരു പ്രവണത ജനിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കുട്ടികൾ പറയാറുണ്ട്, മാതാപിതാക്കളോട് ചെന്ന് ഒരു കഥ പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഒരു കവിത പാടിത്തരികയോ എന്തെങ്കിലും ചെയ്യണം. പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത്. നമുക്ക് പണ്ടൊക്കെ അമ്മമാർ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് കവിതകൾ പാടിത്തരുമായിരുന്നു. നല്ലൊരു സമ്പ്രദായം അത്. എന്തെന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ഉൾക്കാഴ്ചയായി മനസ്സിൽ വന്നുകൊണ്ട് പുതിയ ദിവസം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഒരു ദീപ്ത സൗന്ദര്യമുണ്ട്, ഒരു അർത്ഥതലമുണ്ട്. അത് ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ശാസ്ത്രം കൂടിയാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം വീടുകളിൽ കൂടി നമ്മൾ തുടർന്നു. 101 കഥകളുടെ ഒരു പരിപാടി നമ്മൾ ചെയ്തു. എല്ലാവർക്കും കഥകൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യുന്ന ഒരു പ്രവണത നല്ല വിജയമായിരുന്നു. അവരൊക്കെ നല്ലതായിട്ട് മലയാള ഭാഷ പഠിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് മുമ്പോട്ട് പോകാം. സാർ നമുക്ക് കൊച്ചു കൊച്ചു കവിതകൾ, കഥകൾ, നാട്ടറിവ്, പഴഞ്ചൊല്ല് പഠിപ്പിച്ചു തരാറുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ പഠിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് മനോജ് സാറിന്റെ മലയാളം ക്ലാസ് കൊണ്ട് എനിക്ക് മലയാളം ഭാഷ പഠിക്കാൻ വളരെ ഇഷ്ടമാണ്. അനന്യ എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. ഈ കുട്ടിക്ക് മലയാള ഭാഷ വലിയ അറിവില്ലായിരുന്നു. ഭാഷ പഠിച്ചു.
എഴുതാൻ പഠിച്ചു, അക്ഷരങ്ങൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളാണ്. സാറ് കവിതകൾ അവിടെ പാടാറുണ്ടോ? പാടാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞുണ്ണി മാഷിൻ്റെയും വള്ളത്തോളിൻ്റെയും ചങ്ങമ്പുഴയുടെ ഒക്കെ കവിതകൾ പാടി ഒരു അവതരിപ്പിക്കാറുണ്ട്. കവിത കേട്ട് മുമ്പോട്ട് പോയാൽ നമുക്ക് കുഞ്ഞുണ്ണി മാഷിന് തന്നെ ഒരു 4 വരികളൊക്കെ ഇങ്ങനെ പോകും. വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാകുക, സ്വയം നന്നാകുക, സ്വയം നന്നാകുക. വളരെ ലളിതമല്ലേ? വലിയൊരു ഉൾക്കാഴ്ച അതിലുണ്ട്. എന്നാൽ 4 വരികളും. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് പറയാൻ കാര്യം ഒരു പൊരുൾ അതിനകത്തുണ്ട്. ഞാൻ ഇങ്ങനത്തെയുള്ള കുട്ടികളെ ഇത് പഠിപ്പിക്കാറുണ്ട്. ഇങ്ങനത്തെ കുട്ടികൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വ്യത്യാസമുള്ള കവിതകൾ അവതരിപ്പിക്കാറുണ്ട്. ഈ കവിതകളുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ട്, മനുഷ്യ ബന്ധങ്ങളുമായിട്ട് ബന്ധമുണ്ട്, വീക്ഷണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു തത്വബോധം വിദ്യാർത്ഥികളിലേക്ക് വളരെ ചെറുപ്പത്തിലേ വളർന്നു വന്നാൽ അവർ നാളെ ഒരു ഉത്തമ വ്യക്തികളായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ ആ ക്ലാസ്സുകളിൽ എടുക്കുന്നുണ്ടോ? നമ്മൾ മുതിർന്നവരുമായി എങ്ങനെ ഇടപെടേണ്ടത്, ഒരു വീട്ടിൽ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? പ്രധാനപ്പെട്ട കാര്യമാണത്. ഇന്ന് യാന്ത്രികമായ ഒരു ജീവിത പശ്ചാത്തലമാണ് നമ്മുടെ, ചലിക്കുകയാണ് നമ്മൾ. പക്ഷേ അവിടെ വേണ്ടത് എന്താണ്? നന്മയും നല്ല ദീർഘവീക്ഷണവും സമർപ്പണ മനോഭാവമുള്ള ഒരു വ്യക്തി, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാകണം. അപ്പം ത്യാഗം വേണം, ബന്ധങ്ങളുടെ ഒരു പൂർണ്ണാന്തരം വേണം. അപ്പോൾ അങ്ങനെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം വിടർത്തിയെടുക്കാറുണ്ട്. അത് മാതാപിതാക്കളും കുട്ടികളും ഒന്നിച്ചിരുന്ന് പല അധ്യയനങ്ങളും നടത്താറുണ്ട്. അപ്പോൾ ഈ പലരും സംസാരിക്കാത്ത പല മാതാപിതാക്കളും കുട്ടികളുമായിട്ട് സംസാരിക്കാത്ത കുട്ടികൾ പോലും ഇന്ന് അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു, ഒന്നിച്ചിരുന്ന് കഥകൾ പറയുന്നു. മനസ്സ് തമ്മിലുള്ള ഒരു പരിവർത്തനം വേണം. അല്ല, അങ്ങനെയുള്ളൊരു മാറ്റം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റുഡൻസ് വന്ന് പറയാറുണ്ടോ? ഉണ്ട്, പറയാറുണ്ട്. ഒരു കുട്ടി കഴിഞ്ഞ ഒരു കുറേ നാൾ മുമ്പ്, ഈ കുട്ടി പഠിക്കും നന്നായിട്ട്, പക്ഷേ എപ്പോഴും മാനസികമായിട്ട് എപ്പോഴും ചിരിക്കുന്നൊരു മുഖം കണ്ടിട്ടേ ഇല്ല കുട്ടി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, ജോലി സംബന്ധമായിട്ടാണ് ജീവിക്കുന്ന ഒരു കാര്യമാണല്ലോ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളുമായിട്ട് സംസാരിക്കാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. സ്കൂളിൽ നിന്ന് വന്നിട്ട് പല കാര്യങ്ങൾ മാതാപിതാക്കളോട് പറയുമ്പോഴും അവർ കേൾക്കാനും തയ്യാറില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചു, സന്തോഷം പങ്കുവെക്കുകയും ദുഃഖം പങ്കുവെക്കുകയും പിന്നെ ആരോടാണ് കുട്ടികൾ? അധ്യാപകനെ കാണുന്നു, വീട്ടിൽ വന്നപ്പോൾ അവർ തമ്മിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രശ്നം? തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാകും. അങ്ങനെ മാതാപിതാക്കളോട് ഞാൻ സംസാരിച്ചു, കുട്ടികളുമായിട്ട് സംസാരിച്ചു. അന്ന് ഞാൻ തീരുമാനമെടുത്തു, മാതാപിതാക്കളും കുട്ടികളും കരഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആ സമയത്ത്. എന്നുവെച്ചാൽ എന്നോട് ഒന്ന് സംസാരിക്കുന്ന പോലുമില്ല എന്ന് ആ കുട്ടി ഒന്ന് പറയുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വിതുമ്പിപ്പോയി. കാര്യം നമുക്ക് സമ്പത്ത് കാണും, നമുക്ക് എല്ലാ ആധുനിക പ്രക്രിയകളും എല്ലാം കാണും, പക്ഷേ നമുക്ക് സ്നേഹമില്ലെങ്കിലോ എങ്ങനെ വളരും ഒരു കുട്ടി? അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ വേണ്ടി മാതാപിതാക്കളും കുട്ടികളും ഒന്നിച്ചിരുന്ന അധ്യയനങ്ങൾ ചെയ്ത ശേഷം അവർ തമ്മിൽ സംയോജിപ്പിച്ച പല രൂപാന്തരങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. വലിയ വിജയമാണത്. അതൊരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് ആന്നു. ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, മലയാളം എന്നതൊരു സംസ്കാരമാണ്. നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സംസ്കൃതിയാണ് ജീവിതം. അവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. വായ്മൊഴികളുണ്ട്, വരമൊഴികളുണ്ട്, അധ്യാപകനും ശിഷ്യനുമായിട്ടുള്ള ബന്ധമുണ്ട്, മാതാപിതാക്കളും ശിഷ്യരും കുട്ടികളുമായിട്ടുള്ള ബന്ധമുണ്ട്, ലോകത്തോടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇതൊക്കെയാണ് മലയാളം, ഏതൊരു ഭാഷയുടെ സംസ്കാരം. പക്ഷേ ഉള്ള ആ സംസ്കാരം എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് പലർക്കും അറിയില്ല. അവിടെയാണ് പ്രശ്നം. നമുക്കൊരു വീഡിയോയുടെ കണ്ടിട്ട് മുമ്പോട്ട് പോകാം. ഇത് എവിടെ നടന്ന? ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം, ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിലൊന്നായ ഷാർജ. അത് ഈ തലമുടിയുടെ സ്റ്റൈല് മാറ്റുമുണ്ട്. ഇപ്പം മുൻപിൽ നിൽക്കുന്നത് മനോജ് കളരിക്കലാണെന്ന് അറിയില്ല, മനസ്സിലായില്ല. അതെ, പ്രത്യേകിച്ച് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 4-5 വർഷമായിരുന്നു തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 2 മണിക്കൂറോളം മലയാളത്തിന് വേണ്ടി മാത്രം. അത് പ്രത്യേകം നമിക്കുന്നു ആ മലയാളത്തെ നമ്മുടെ ലോക ദർശനമായി കാഴ്ച തന്നതിന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ. ഇതെല്ലാം എൻ്റെ കുട്ടികളാണ്. അവർ നമ്മളെ അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യും, അതിനുവേണ്ടി ക്ഷണിച്ച് സമയം തന്ന്
ലോകത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ദർശനമായി മലയാളത്തെ മാറ്റിത്തരുന്നതിന് കൈകൂപ്പുന്നു എന്ന് പറയാൻ പറ്റും. മോഹൻ സാറാണോ അതിൻ്റെ? തീർച്ചയായിട്ടും ഷാർജ ഭരണാധികാരികളും എല്ലാം വളരെ കടപ്പെട്ടിരിക്കുന്നു. കാര്യം മലയാളത്തിന് ഇത്രമാത്രം വായനാ ലോകത്തിലേക്ക് ഒരു കാഴ്ചയായി കൊടുക്കുന്ന വലിയൊരു പ്രപഞ്ച സൃഷ്ടിയാണത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്ന് പറയുന്നത്. എത്ര അറിവുകൾ നമുക്ക് നേടുന്നു, മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്ക് മാറ്റുകൂട്ടുന്നു. മഹനീയമായ കാര്യം. എന്തായാലും അവിടെ നമ്മുടെ മലയാളത്തിന് ഒരു 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 മാർഗത്തിൽ ചൊല്ലിപ്പഠിപ്പിച്ചതാണോ? എല്ലാം ചൊല്ലിപ്പഠിപ്പിച്ച ഒരു നല്ല കവിത നമുക്ക് ഒന്ന് ചൊല്ലിയാലും. ഇത് പല കുട്ടികളും ഈ പാടി എടുത്ത്, ഇത് ഓമനത്തിങ്കൾ കിടാവോ നമ്മൾ മലയാളത്തിൻ്റെ പ്രശസ്തമായ ഇരമേൻ തമ്പിയുടെ ഒരു കൃതിയാണ്. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു വാടന്തി മേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്ന് തെക്കെന്ന് വീശുന്നു വായു. കുമാരനാശാൻ്റെ പൂക്കാലം എന്ന കൃതിയാണ്. മലയാളത്തിൻ്റെ ഈ കവിത പ്രശസ്തമാണ്, നമുക്കെല്ലാം അറിയാം. പൂക്കാലം എന്ന കവിത ഇത് മലയാളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം കാണിച്ചു തന്നാണ്. പക്ഷേ അവിടെ തന്നെ നമ്മുടെ ഡി വിജയകുമാർ സാർ പറഞ്ഞ പോലെ കാടെവിടെ മക്കളെ വീടെവിടെ മക്കളെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മാറ്റം ഇന്നുണ്ടായി എന്നുള്ളതാണ് വസ്തു. ഇത് രണ്ടും പാടിക്കൊടുക്കാറുണ്ട്. ഈ കവിതകളും നാട്ടറിവുകളും ഒക്കെ സാറെങ്ങനെയായിരുന്നു സാഹിത്യമാക്കിയത്? ഞാൻ വായിക്കാറുണ്ട്. പിന്നെ എൻ്റെ മാതാപിതാക്കൾ ശരിക്കും പാടിത്തരുമായിരുന്നു. അതേപോലെ എനിക്ക് എൻ്റെ ഒരു അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ ഇരവിയൂർ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഒരു കുര്യൻ സാർ എന്ന് പറയും. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല സാറിനെ. സാറ് ശരിക്കും എല്ലാ കൃഷിപ്പണിയും ഒക്കെ ചെയ്ത ശേഷമാണ് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്നത്. ഈ ഓരോ കാര്യങ്ങളൊന്ന് പറയുന്നുള്ളതാണ്. കൃഷിയെപ്പറ്റിയുള്ള എന്ത് കാര്യങ്ങളും എനിക്ക് കൃഷിക്ക് വളരെ താല്പര്യം. മലയാളത്തിന് സംസ്കാരമുണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ. ഇപ്പം പാടത്തെക്കുറിച്ചുള്ള കഥയും വൃക്ഷങ്ങളെക്കുറിച്ചുള്ള കഥയും നമ്മുടെ കവിതയെല്ലാം അതാണല്ലോ. എല്ലാം അതാണ്. പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപാന്തരമാണല്ലോ. അപ്പം അദ്ദേഹം ക്ലാസ്സിൽ വന്ന് എല്ലാ കാര്യങ്ങളും പറയും. അതിനോട് മലയാളത്തെ ഉപമിച്ചു കൊണ്ടുപോകുന്നൊരു രീതി. അപ്പോൾ എനിക്ക് മലയാളം അക്ഷരങ്ങൾ അറിയാൻ വയ്യാത്ത കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 5ാം ക്ലാസ്സിൽ തുടങ്ങിയ ഈ പഠനം, ഈ അധ്യാപകൻ കുര്യൻ സാർ പറഞ്ഞു തന്ന ഒരു പഠന രീതി, അനുഗ്രഹം എന്ന് പറയാം, അത് പിന്നീട് ജീവിതത്തിൽ വലിയൊരു പ്രചോദനമായി മാർഗനിർദ്ദേശമായി മാറ്റപ്പെട്ടിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. നമുക്കൊരു വീഡിയോയുടെ കാണാം. അതെ, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കൂടി ഒരുപാട് അറിവ് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സാർ. ഉദാഹരണത്തിന് ഉച്ചാരണം എന്നത് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, മലയാളത്തിൽ ഉച്ചരിക്കാൻ പഠിച്ചാൽ പിന്നെ ഏത് ഭാഷയും കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നു. അപ്പം അത് ശരിക്കും ഉച്ചാരണം, അക്ഷരങ്ങൾ, പിന്നെ മലയാളത്തെ കുറിച്ച് പറയുമ്പോൾ പ്രാചീന കവികൾ, അവരുടെ കവിതകൾ, അതിനൊക്കെ കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള അവസരം തന്നിട്ടുണ്ട് മാഷ്. കാരണം നമ്മളങ്ങനെ വെറുതെ സ്കൂളിലോ അങ്ങനെ ക്ലാസ്സുകളിലോ പഠിക്കുന്ന പോലെയല്ല മനോജ് സാർ പഠിപ്പിച്ചു തരിക. കുറെ കൂടി സാർ മലയാളത്തെ സ്നേഹിക്കുന്നു. അതേ ഒരു സ്നേഹമാണ് നമ്മൾക്കും പകർന്നു തരുന്നത്. വളരെ പറയുന്ന കേട്ടാൽ തന്നെ നമുക്ക് അതിനെ ബേസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്, അതിനെ സ്ട്രെസ് ചെയ്താണ്. പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നമ്മൾ എന്ത് പറയുന്നുവോ അത് എങ്ങനെ പറയണം, അത് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് എങ്ങനെ മനസ്സിലാകും, ഈ 3 കാര്യങ്ങൾ പ്രധാനമാണ്. നമ്മൾ എന്തു പറഞ്ഞാലും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഉപയോഗിക്കാൻ പറ്റും. ഇത് വളരെ ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കുട്ടികളൊക്കെ ഞാൻ പരിശീലിപ്പിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് വായിപ്പിക്കും. ഉറക്കെ വായിപ്പിക്കുന്ന ഒരു ശീലം നമുക്ക് പണ്ടുണ്ടായിരുന്നു. കഥകൾ വായിപ്പിക്കും, ലേഖനങ്ങൾ വായിക്കും, പദ്യങ്ങൾ വായിപ്പിക്കും, പ്രഭാഷണങ്ങൾ നടത്താൻ പറയും. ചെറിയ അവർക്കറിയാവുന്ന ചില കാര്യങ്ങൾ പൊതുവേദിയിൽ വന്ന് സംസാരിക്കാൻ പറയും. അങ്ങനെ എന്തെങ്കിലും തെറ്റുള്ള പദങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കും. ഇപ്പം അച്ഛൻ അപ്പം നമുക്ക് ഉദാഹരണം പറയാം. അത് എങ്ങനെയാണ് ഭാഷ അങ്ങനെ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ എന്താണ് പറയുന്നത്, നമുക്ക് എന്താണ് ഉച്ചരിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മലയാളം നമ്മുടെ പഠന രീതിയിൽ. പിന്നെ അതിലടങ്ങിക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് മലയാളത്തെ കൂടുതൽ അറിയുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൻ്റെ വൃക്ഷങ്ങൾ, മലയാളത്തിൻ്റെ എന്താ പറയുക, ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള പല അറിവുകൾ, വായ്മൊഴികൾ, വരമൊഴികൾ, എത്ര കാര്യങ്ങളുണ്ട് നമുക്ക്. ഇതൊക്കെ വിദ്യാർത്ഥികളിലേക്ക് പിന്നെ ആരും പറഞ്ഞു കൊടുക്കും? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ,
മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നൊരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു, വായ്മൊഴികൾ. ഇന്നൊന്നും ഇല്ല, അത് തീരെ ഇല്ല. എന്തു ചെയ്യും? മലയാളം എന്നത് അക്ഷരം മാത്രമല്ലല്ലോ, മലയാളം എന്നത് അതിലടങ്ങിയിരിക്കുന്ന ഒരു സംസ്കാരം കൂടിയുണ്ടല്ലോ. അവിടെയാണല്ലോ ഏറ്റവും പ്രധാനം ഈ നാട്ടറിവുകൾ എന്ന് പറയുന്നത്. ഒരു വീഡിയോ ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി അങ്ങയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ അങ്ങ് ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി. എങ്ങനെയാണ് അങ്ങേക്ക് സാധിക്കുന്നത്? എൻ്റെ സുഹൃത്താണ്, എൻ്റെ അനന്തു എന്നാണ് പേര്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ വരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. സമയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിച്ച ഒരു കാര്യമുണ്ട്. ഒരു ലാഭേച്ഛയില്ലാതെ അതെ ഇത്രയും കാലം അതെ ഈ ഒരു ഭാഷാ പരിശീലന പദ്ധതിയുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോയത്? ശരിക്കും ഞാൻ മലയാളം എന്നത് അമ്മയ്ക്ക് തുല്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അമ്മയുടെ സ്നേഹം പോലെ കണ്ടിട്ടുള്ളത്. അത് ഒരു സാമ്പത്തിക ലക്ഷ്യത്തിനോ വേണ്ടിയൊന്നും മനസ്സിൽ ആ ഒരു രീതി, ആ ഒരു ചിന്ത ഇന്നുവരെ ഉദിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. നമ്മുടെ ഒരു ജീവിതം എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളത്. ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുപക്ഷെ നിയോഗം പോലെ ആയിരിക്കും മലയാള ഭാഷയുടെ കാര്യത്തിൽ എന്നിൽ കൂടി വന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു നിയോഗം ഇതാണ്, എൻ്റെ ഒരു നിയോഗം ഇതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കർമ്മപഥത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വന്ന നിയോഗം പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്, അത് ലക്ഷ്യശാസ്ത്രമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും സമയം എത്ര കുട്ടികളെ പഠിപ്പിച്ചു കാണുമെന്നൊരു കണക്കുണ്ട്? ഇപ്പം കഴിഞ്ഞ അധ്യയനം കഴിഞ്ഞപ്പോൾ ഏകദേശം 86,000 കുട്ടികൾ, 86,000 കുട്ടികളോളം നമ്മുടെ അധ്യയനങ്ങൾ വന്നു കഴിഞ്ഞു. ഗൾഫിലും GCC-യിലുമായിട്ടാണോ? അതെ അതെ അതെ, GCC രാജ്യങ്ങളെല്ലാം. പിന്നെ നാട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നാട്ടിൽ കുറച്ചുകൂടെ വേറൊരു പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അക്ഷരങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല. നാട്ടിൽ ഇപ്പം മലയാളം പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. എന്നിട്ട് നമ്മളിപ്പോൾ ആ ഒരു എന്താണ് നമ്മൾ, പക്ഷേ അവിടെയും മലയാളത്തോടുള്ള സ്നേഹം ജനിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവിടെ. കാര്യം മറ്റുള്ള ഭാഷകളെ സ്നേഹിക്കണം. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മയ്ക്ക് തുല്യമായ അമ്മയുടെ സ്നേഹം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു വിദ്യാർത്ഥി പൂർണ്ണമായ വളർച്ചയിൽ എത്തത്തുള്ളൂ. ആ അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലോ? ആ ഒരു മാതൃത്വം എന്ന ആ സങ്കല്പം ഒരു പരിലാളനം പോലെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിലും കിട്ടേണ്ടതാണെന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ നാട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരങ്ങൾ അറിയാം, പക്ഷേ മലയാളത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുക എന്നുള്ള ഒരു ചിന്തയാണ്. അത് കൃഷിയാകാം, അത് നമ്മളെ വൃക്ഷലതാദികളെയാകാം, അത് സാമൂഹ്യ ബന്ധങ്ങളെയാകാം, കവിതകളെയാകാം. ഇങ്ങനെയൊക്കെ എല്ലാം സമന്വയിപ്പിച്ച് ഓരോ തലങ്ങളിൽ, ഇപ്പം ഹൈസ്കൂൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ തലങ്ങളിൽ, കലാലയത്തിൽ പഠിക്കുന്ന അവരുടെ ആ തലങ്ങളിൽ, അതേപോലെ PG ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ടാണോ ക്ലാസ്സിൽ എടുക്കുന്നത്? അതെ, സ്കൂളിൽ ചെന്നിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൊറോണ ടൈമിൽ നമുക്കറിയാം, നമുക്കൊരു ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല. അതെ. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഓൺലൈൻ ക്ലാസ് എന്ന് പറയാം. എല്ലാം കൊറോണ കാലം മുഴുവൻ ഓൺലൈൻ പ്രതിഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സജീവമായി നടക്കുന്നു. എല്ലാ ദിവസവും 3-4 കൂട്ടായ്മകൾക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അതേപോലെ തന്നെ വൈകിട്ടാണോ? വൈകുന്നേരങ്ങളിൽ. വ്യാഴം, വെള്ളി, ശനി. വെള്ളിയാഴ്ച 8-9 അധ്യയനങ്ങൾ നടക്കുന്നുണ്ട് ഒരേ സമയത്ത്. ശനിയാഴ്ച നടക്കുന്നു. സാറിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ സാർ വളരെ സന്തോഷത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും ഓൺലൈനായി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യാനായി തയ്യാറായി. വളരെ രസകരമായി സർ നാടൻ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും പല ഏജ് ഗ്രൂപ്പുകളിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു ക്ലാസ് എല്ലാ കുട്ടികൾക്കും തന്നെ ഇഷ്ടമാവുകയും കുട്ടികളൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി ക്ലാസ്സിലേക്ക് വരികയും അവർ മലയാളം നന്നായി പഠിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതെ അതെ. ഐശ്വര്യ ലിജു കുട്ടികളുടെ രക്ഷകർത്താവാണ്. നമ്മൾ പല കൂട്ടായ്മകൾക്ക് ചെയ്യുന്നുണ്ട്. പല കൂട്ടായ്മകൾ നമ്മൾ പറയാറുണ്ട് അധ്യയനം ചെയ്യണം. അങ്ങനെ തീർച്ചയായിട്ടും സന്തോഷപൂർവ്വമായി അത് ഏറ്റെടുക്കുകയും ആ കർമ്മപഥത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പല രീതിയിൽ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്. മുതിർന്ന ആൾക്കാർക്കുണ്ട്. പേരൻസും ഇരിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേരൻസ് രക്ഷകർത്താക്കളെ ഉൾപ്പെടുത്താറുണ്ട്. കാര്യം അവരെന്താ പഠിക്കുന്നതെന്ന് അവരും കൂടെ അറിഞ്ഞാൽ നല്ലതാണ്. പരിമിതികളുണ്ട് ഈ ഓൺലൈൻ വരുന്ന സമയത്ത്. എന്നിരുന്നാലും അവരെന്താ പഠിക്കുന്നത് എന്ന് രക്ഷകർത്താക്കളും അറിയണം.
എന്നാൽ വീട്ടിൽ അതെങ്ങനെ തുടരണം എന്നുള്ളൊരു ചിന്തയും കൂടി അവർ കൊടുക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലല്ലോ ഈ അധ്യയനം എന്ന് പറയുന്നത്. വീട്ടിൽ അത് എങ്ങനെ തുടർന്നുകൊണ്ട് പോകാം എന്നുള്ള ചിന്തയും കൂടി അവർ കൊടുക്കുക. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ, ഈ രക്ഷകർത്താക്കളൊക്കെ വീട്ടിൽ കുട്ടികളെ ഈ അധ്യയനം കഴിഞ്ഞ ശേഷം അവരെ പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നു. എന്നും 1 മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികളെല്ലാം 1 മണിക്കൂർ പഠിക്കുന്നുണ്ട്. ഞാൻ ഓരോ ദിവസം നാടൻ പാട്ടുകളാണെങ്കിലും നാട്ടറിവുകളാണെങ്കിലും ഈ അക്ഷരങ്ങളുടെ വായനാക്രമമാണെങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നവർ വീണ്ടും ചെയ്യുന്നുണ്ട് വീട്ടിൽ. കേരള സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കേരളം മലയാള മിഷൻ. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുണ്ട്. എന്നെ എല്ലാ കാര്യപരിപാടികളും വിളിക്കാറുണ്ട്. ഞാൻ പല അധ്യയനങ്ങൾ പോയി എടുക്കാറുണ്ട് അവർക്ക് വേണ്ടി, ഉൾക്കൊള്ളാറുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു സംരംഭമാണ്. കുറേ വർഷങ്ങളായിട്ട് സമൂഹത്തിന് മലയാള ഭാഷയുടെ ആ ഒരു പ്രതിച്ഛായ കൊടുക്കാൻ സമർപ്പണ മനോഭാവത്തോടെ ചെയ്തു വരുന്നു മലയാള മിഷൻ. വലിയൊരു കർമ്മ പദ്ധതിയാണ്. എന്നെ എല്ലാ പരിപാടിക്കും പല കാര്യ രൂപാന്തരങ്ങളൊക്കെ വിളിക്കാറുണ്ട് എന്നെ എല്ലാ പരിപാടിക്കും. അത് മലയാള മിഷൻ സജീവമാണ് ഇപ്പോൾ. സജീവമാണ്. അങ്ങനെ ഭാഷയ്ക്ക് ആര് എവിടെ എന്ത് എങ്ങനെ വിളിച്ചാലും പോകും, യാതൊരു വിട്ടുവീഴ്ചയില്ലെന്നുള്ള. അന്യമായിക്കൊണ്ടിരിക്കുന്ന മലയാള ഭാഷ, നഷ്ടമാകുന്ന നമ്മുടെ ശീലങ്ങളും ശീലുകളും പഴഞ്ചൊല്ലുകളും നാടൻ പാട്ടുകളും കുട്ടിക്കഥകളുമെല്ലാം പ്രവാസികളായ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും പകർന്നു നൽകുന്ന ശ്രീ മനോജ് കളരിക്കൽ ഭാഷാ പരിപോഷണത്തിനായി വർഷങ്ങളായിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന, പകരം വയ്ക്കാൻ ആളില്ലാത്ത ആ നിസ്വാർത്ഥ സേവനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെ സുഹൃത്തായ ദിലീപ് വൈക്കം, അദ്ദേഹം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാറുണ്ട്, പ്രചോദനം നൽകാറുണ്ട്. നല്ലൊരു കർമ്മരംഗത്ത് ഉള്ളൊരു സാരഥി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ പ്രവർത്തന മണ്ഡലത്തെ പരിപോഷിപ്പിക്കുന്നതും വളരെ ആവശ്യമാണ്. എനിക്ക് ആദ്യകാലങ്ങളിലൊക്കെ ഇത് എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്ത പലരും മനസ്സിൽ ഒരു സ്പർശനം പോലെ തന്നിരുന്നു. പക്ഷേ ഞാൻ മാറ്റിയെടുത്തു പെട്ടെന്ന്. മലയാളം പഠിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത്. പക്ഷേ ഇന്നെനിക്ക് മലയാളം പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയില്ല ഞാൻ. മലയാളം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ളൊരു ചോദ്യം. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, വായന ശീലമില്ല, വായന മരിക്കുന്നു. അതൊരു എപ്പോഴും ഒരു പരാതിയായി നമ്മൾ പറയുന്ന ഒരു കാര്യം. വായനയ്ക്ക് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും പുസ്തകങ്ങൾ വായിപ്പിക്കാൻ വേണ്ടി പ്രചോദനം വിദ്യാർത്ഥികൾ കൊടുക്കാറുണ്ട്. വായിപ്പിക്കുക എന്നൊരു പരിപാടി തന്നെ നമ്മുടെ അധ്യയനങ്ങളിലുണ്ട്. എല്ലാ കുട്ടികളെയും വായിപ്പിക്കുക. നമ്മുടെ ഈ അധ്യയനങ്ങളിലൊക്കെ ഈ കുട്ടികളെ ഉറക്ക വായിപ്പിക്കും. ഈ മൗന വായന, ഉറക്ക വായിക്കുക 2 രീതിയിലുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞ് നമുക്ക് മൗന വായനയിലേക്ക് പോകാം. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുക, ഉച്ചാരണ ശുദ്ധിക്ക് ഏറ്റവും പ്രധാനമാണ് ഉറക്ക വായിക്കുന്നത്. പണ്ടൊക്കെ അടുക്കളയിൽ അമ്മയുണ്ട്, അവിടെ നിന്ന് കേൾക്കും, ഉറക്ക വായിക്കാൻ പറയും. ഇവിടുന്ന് ദൂരെ നിന്ന് ഉറക്ക വായിക്കുന്ന സമയത്ത് തെറ്റോ ശരിയോ എന്ന് ഉടനെ പറഞ്ഞു തരും, വ്യക്തമായി പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ മാറിപ്പോയി, ആ കാലം മാറിപ്പോയി. അതിനുശേഷം പിന്നീട് വന്ന ആധുനികതയുടെ പരിസരത്തിൽ മൗനവായനയിലേക്ക് കൂടുതൽ പ്രാധാന്യമായി. പക്ഷേ ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഉറക്ക വായിക്കുന്നതാണ് കുട്ടികൾക്ക്. ഉറക്ക വായിച്ചു കഴിഞ്ഞാൽ അക്ഷരശുദ്ധി, വ്യക്തമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി എന്താ പറയാൻ സാധിക്കുക എന്നുള്ളത്, അതിൽ അടങ്ങിയിരിക്കുന്ന ദർശനം എന്താണെന്ന് പറയാൻ പറ്റുന്നത്, അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നൊരു കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതെ, ഇപ്പോൾ ഓൺലൈനിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതെ, അപ്പം നമുക്ക് എങ്ങനെ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും? വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും വിളിച്ചാലോ എന്നെ അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും ഉചിതമായ സമയത്ത് അവരുടെയും നമ്മുടെയും സൗകര്യപൂർവ്വമായിട്ടുള്ള അവസ്ഥയെ മനസ്സിലാക്കി അധ്യയനം തുടങ്ങുന്നതായിരിക്കും. യാതൊരു വിട്ടുവീഴ്ചയില്ല അതിൽ. അത് സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കാൻ ധാരാളം അധ്യയനങ്ങളുണ്ട്. എല്ലാ ദിവസങ്ങളും ഉണ്ട്. എല്ലാം വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഇപ്പോൾ അവധി ദിവസങ്ങളിൽ പകൽ സമയമുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, ശനിയാഴ്ചയും എനിക്ക് അവധിയാണ്. ശനിയാഴ്ചയും സമയത്ത് എടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കൂട്ടായ്മകളാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യമുള്ളൂ. ധാരാളം കൂട്ടായ്മകൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നുണ്ട്, നാട്ടിലേക്ക് ചെയ്യുന്നുണ്ട്, മറ്റ് GCC കൺട്രിയിലേക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി ഉണ്ടോ മനസ്സിൽ? ഇനിയും ഇന്ന രീതിയിൽ മുമ്പോട്ട് പോകണം നമ്മൾ ചെയ്യുന്നത്? ഇപ്പം തന്നെ ഒരു നൃത്തത്തിൻ്റെ പരിവേഷത്തിൽ നമ്മളൊരു മലയാള ഭാഷയ്ക്കൊരു പ്രാധാന്യം കൊടുത്തു, ചെയ്യുകയുണ്ടായി. പല തരത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. ഇപ്പോൾ കുറച്ച് പേർക്ക് നൃത്തം താല്പര്യമുണ്ട്, ചിലർക്ക് മറ്റ് കലകളിലേക്ക് താല്പര്യമുണ്ട്, ചിലർക്ക് കഥകളിൽ മാത്രം ഉദിക്കുന്ന ആ രീതിയിൽ താല്പര്യമുണ്ട്. ഇങ്ങനെ ചിത്രരചനയിൽ കൂടിയുള്ള താല്പര്യമുണ്ട്. ചിത്രങ്ങൾ
ഈ കവിതകളുടെ എന്തെങ്കിലും ആവിഷ്കാരം അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. പല കവികളുടെ ആവിഷ്കാരങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കവിതകൾ ആവിഷ്കരിക്കുന്നു പറയുമ്പോൾ അതിലുള്ള അർത്ഥങ്ങൾ മാത്രമല്ല, അതൊരു ദൃശ്യമായിട്ട് വരുമ്പോൾ മനസ്സിനൊരു കുളിർമ കിട്ടും. വിദ്യാർത്ഥികളാണല്ലോ, അങ്ങനെ ഒരു കുളിർമ ജനിപ്പിച്ച് മലയാളത്തോടുള്ളൊരു താല്പര്യം ജനിപ്പിക്കും. അങ്ങനെ നൃത്തം പഠിക്കുകയും ചെയ്യും, മലയാള ഭാഷ പഠിക്കുകയും ചെയ്യും. ഇപ്പോൾ ചിത്രരചനയിൽ താല്പര്യമുള്ള ചിത്രം വരയ്ക്കാൻ പഠിക്കുകയും ചെയ്യും, അതേപോലെ ഭാഷ ഉൾക്കൊള്ളുകയും ചെയ്യും. അങ്ങനെ പല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തനതായ രീതിയിൽ നമ്മുടെ മലയാളത്തിൻ്റെ ആ മഹനീയത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കാമല്ലോ? അതെ. ഭാര്യ മഞ്ജു സിയത്തോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. മകൾ 12ാം ഭാര്യയും മലയാളമാണോ? അല്ല, ബയോളജിയാണ് സബ്ജക്റ്റ്, നാച്ചുറൽ സയൻസാണ്. അതേപോലെ തന്നെ എൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും എപ്പോഴും കൂട്ടുണ്ട്, താല്പര്യവുമാണ്. മലയാള ഭാഷ പഠിപ്പിക്കുന്ന നാട്ടിൽ പല സ്കൂളുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ, മകൾ 12ാം ക്ലാസ്സിൽ, മകൻ 7ാം ക്ലാസ്സിൽ. നാട്ടിലാണ് അവർ പഠിക്കുന്നത്. കോഴഞ്ചേരി എവിടെയാണ് സാർ? കോഴഞ്ചേരി മേലുകര പമ്പയാറിൻ്റെ തീരത്താണ്. മനോഹരമായ ഒരു സ്ഥലമാണ്. എൻ്റെ ഗ്രാമമായതുകൊണ്ട് പറയുമല്ല, പക്ഷേ മനോഹരമായിട്ടുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതേപോലെ നല്ല മണ്ണാണ്, നന്നായി കൃഷി ഉണ്ടാകും. ആധ്യാത്മിക കേന്ദ്രം കൂടാണ്. ആധ്യാത്മിക കേന്ദ്രം കൂടിയാണ്. അതെ, ആധ്യാത്മിക കേന്ദ്രമാണ്. വള്ളംകളിയുടെ പ്രദേശമാണ്. കലാ രൂപാന്തരങ്ങൾ പലതരത്തിലുള്ള പ്രദേശം കൂടിയാണ്. നല്ല സാഹോദര്യത്തോടുകൂടി നല്ല സന്തോഷമായി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. അടുത്ത ഒരു തലമുറയെ മലയാള ഭാഷയെ സ്നേഹിക്കുന്നതിന് പരിശീലിപ്പിക്കുന്ന ആ ഒരു നിയോഗം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ശ്രീ മനോജ് കളരിക്കലിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. നമസ്കാരം. നന്ദി. വാർത്തകളിൽ നിറയുന്ന വ്യക്തികൾ മാത്രമല്ല, സ്വന്തം ജീവിതം കൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുന്ന വ്യക്തികളുമുണ്ട്. അത്തരം വ്യക്തികളും വാർത്തകളുമായി ഇൻസൈറ്റ് വീണ്ടും എത്തും. ടിൽ ദെൻ. അബുദാബി 24/7 അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.